ഹോട്ട്ലൈവിന് പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് KSRTC കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിച്ചു. വാതിൽപ്പടിയിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതോടെയായിരുന്നു ആക്രമണം. ഇയാൾ കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലായിരുന്നു സംഭവം. കണ്ടക്ടറുടെ പരാതിയിൽ മർദ്ദിച്ചയാളെ കുണ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ എന്നയാളാണ് ആക്രമണത്തിന് പിന്നിൽ. മുഖത്തല സ്വദേശി ബിനുവിനാണ് പരിക്കേറ്റത്. പകരം കണ്ടക്ടർ വന്ന ശേഷമാണ് ബസ് സർവീസ് പുനരാരംഭിച്ചത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് KSRTC ബസ്സിലുണ്ടായത്. ഈ കണ്ടക്ടറെ ഈ രീതിയിൽ ക്രൂരമായി ആക്രമിക്കാൻ ഉള്ള കാരണം എന്താണ്? തീർച്ചയായും ടോം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇത് കൊല്ലത്ത് നിന്നും മധുരയിലേക്ക് വരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വാതിൽപ്പടിയിൽ നിന്ന് യാത്ര ചെയ്തതായിരുന്നു ഈ അരുണിനോട് ഏകദേശം കുണ്ട്ര അടുക്കാറായപ്പോൾ തിരക്കൽപ്പം കുറഞ്ഞപ്പോൾ കണ്ടക്ടർ കയറി നിന്ന് യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതിലുണ്ടായ ഒരു പ്രകോപനമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. ഉടൻ തന്നെ ഈ കണ്ടക്ടറോട് അസംബ്ലി പറയുകയും കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് കണ്ടക്ടറുടെ തിരികത്തിന് മുകൾ ഭാഗത്തായിട്ട് ഇയാൾ കടിച്ചു മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബസ് പിന്നീട് കുണ്ട്ര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഇയാളെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. നല്ല പരിക്കാണ് ഈ കണ്ടക്ടറിനെ ഏറ്റിരിക്കുന്നത്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ ലഭ്യമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും യാത്രക്കാര് ഏകദേശം 1 മണിക്കൂറോളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു. എന്തായാലും മറ്റൊരു കണ്ടക്ടറും വന്നതിന് ശേഷമാണ്, ഡ്യൂട്ടി ചേഞ്ച് ചെയ്തതിനു ശേഷമാണ് വീണ്ടും സർവീസ് പുനരാരംഭിച്ചത്. എന്തായാലും ഈ കസ്റ്റഡിയിലായ ആള് കൊല്ലം സ്വദേശിയാണ്. അയാൾ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അയാളുടെ മൊഴി വിശദമായിട്ട് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പ്രതിയെ എന്തായാലും വ്യക്തമായിട്ടുണ്ട്, തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ മറ്റെന്തെങ്കിലും ലഹരിയിലോ മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ ഈ അക്രമി? അതല്ലെങ്കിൽ ഈ രീതിയിൽ ആക്രമിക്കാനുള്ളൊരു കാരണം എന്താണെന്നാണ് ഇയാളുടെ മൊഴിയിൽ പറയുന്നത്? തീർച്ചയായും പോലീസ് അത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ മെഡിക്കൽ പരിശോധനകൾ അടക്കം എടുക്കുന്നുണ്ട്. ഇയാൾ മദ്യരഹിതരായിരുന്നു എന്നുള്ളത് പോലീസിന് വ്യക്തം വന്നിട്ടില്ല. കാരണം സഹയാത്രികരുടെ ചില മൊഴികൾ ഇങ്ങനെയാണ്. ഇയാൾ മദ്യലഹരിയിൽ ഉള്ള ഒരാളുടെ ഒരു ഇടപെടൽ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇയാളുടെ ഒരു ഇടപെടൽ. പക്ഷേ അത് പോലീസ് ഇനിയിപ്പോൾ മെഡിക്കൽ പരിശോധനകളിലൂടെ മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഈ അക്രമിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായത് ഈ യാത്രക്കാരെയും വലിയ രീതിയിൽ ഭയപ്പെടുത്തിയ സാഹചര്യമായിരുന്നു. കാരണം വലിയ രീതിയിൽ മർദ്ദിക്കുക, അസഭ്യം പറയുക, തുടർന്ന് പിടിച്ചു വെച്ചിട്ട് തിരികത്തിന് മുകളിലേക്ക് കടിച്ചു മുറിവേൽപ്പിച്ചത് രക്തം മാറുന്ന നിലയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ കണ്ടക്ടറുടെ പ്രതികരണവും ലഭിച്ചിട്ടുണ്ട്. യാതൊരു പ്രകോപനവും ഇല്ലാതെ കയറി നിൽക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി, ഒരു പ്രകോപനം ഉണ്ടാവുകയും തന്നെ ആക്രമിക്കുകയും ചെയ്തതെന്നാണ് കണ്ടക്ടർ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. പോലീസിന് അതിന് തന്നെ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് CA അടക്കം നമ്മളോട് പറഞ്ഞത്. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. KSRTC ബസ് കണ്ടക്ടറെയാണ് യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.